കോൺകോർഡ് ലോകത്തെ ആദ്യ സൂപ്പർസോണിക് പാസഞ്ചർ എയർപ്ലെയിൻ. ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിവുള്ള കോൺകോർഡ് വിമാനങ്ങൾ 1976 ആദ്യമായി പുറത്തിറങ്ങുന്നത്. ഫ്ലൈയിങ് ടൈം കുറയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു എയർക്രാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ഒരു എയർപ്ലെയിന് ന്യൂയോർക്കിൽ നിന്ന് ലണ്ടൻ വരെ ഫ്ലൈ ചെയ്തെത്തുവാൻ 10 മണിക്കൂർ വേണമെങ്കിൽ കോൺകോർഡിന് വെറും 3 മണിക്കൂറിന്റെ ആവശ്യമേ ഉള്ളൂ. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടും ഇതൊരു ലക്ഷറിയസ് ഫ്ലൈറ്റ് ആയതുകൊണ്ടും കോൺകോർഡ് വിമാനങ്ങളുടെ ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതലായിരുന്നു. നീണ്ട വീതി കുറഞ്ഞ ഫ്യൂസലേജ് ഉള്ള കോൺകോർഡിൽ 92 മുതൽ 128 പാസഞ്ചേഴ്സ് കപ്പാസിറ്റി ഉണ്ട്. ഈ എയർപ്ലെയിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ലാൻഡിംഗിന് ശേഷം പൈലറ്റ്സിന് റൺവേ നന്നായി കാണുവാനായി എയർപ്ലെയിന്റെ നോസ് താഴേക്ക് ടിൽറ്റ് ചെയ്യുവാൻ കഴിയും. കോൺകോർഡ് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണെങ്കിലും ഇത് സ്വന്തമാക്കിയ എയർലൈൻസിന് ഇതുമൂലം കൂടുതൽ നഷ്ടങ്ങളാണ് ഉണ്ടായത്. ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് സീറ്റ് പലതും വേക്കന്റ് ആയിട്ടാണ് ഫ്ലൈ ചെയ്തിരുന്നത്. സൂപ്പർസോണിക് എയർപ്ലെയിനിൽ ഉണ്ടാകുന്ന സോണിക് ബൂം കാരണം എയർപോർട്ടിന്റെ പരിസര നിവാസികൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇതിന്റെ വലിയ തോതിലുള്ള ശബ്ദവും ഷോക്ക് വേവ് കാരണം ബിൽഡിംഗ്സിന്റെ ചില്ലുകൾ പൊട്ടുന്നതും കണക്കിലെടുത്ത് പല സ്ഥലങ്ങളുടെ മുകളിലൂടെയുള്ള കോൺകോർഡ് വിമാനങ്ങളുടെ റൂട്ട് ബാൻ ചെയ്തു. എയർലൈൻസിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് 2001 വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ഭീകരാക്രമണമാണ്. അതിനുശേഷം കോൺകോർഡ് എന്നല്ല ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് തന്നെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി. എയർബസ് ഈ വിമാനങ്ങളുടെ മെയിൻ്റനൻസ് നിർത്തി. അതോടുകൂടി 2003 കോൺകോർഡ് വിമാനങ്ങൾ റിട്ടയർ ചെയ്തു. ഇന്ന് UK, USA, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ പല സ്ഥലങ്ങളിലെ മ്യൂസിയങ്ങളിലായി കോൺകോർഡ് വിമാനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്.